എൻ്റെ പേര് സൗമ്യ തോമസ്. എൻ്റെ സ്ഥലം ഇടുക്കി ജില്ലയിലെ കണയങ്കവയലാണ്. എൻ്റെ ബ്രാൻഡിൻ്റെ പേര് ഇലപ്പശ എന്നാണ്. 2024 ഇലപ്പശ എന്നൊരു എക്കോ പ്രിൻറ്റഡ് ബ്രാൻഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രൊഡക്റ്റ് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ആദ്യം ചെയ്തത് കൊച്ചിയിൽ വെച്ചിട്ടൊരു എക്സിബിഷൻ ആയിരുന്നു. ആ ഒരു എക്സിബിഷൻ എങ്ങനെയാണ് ആളുകൾ നോക്കിക്കാണുന്നത് എന്നുള്ള കുറേ ടെൻഷനോട് കൂടിയിട്ടാണ് ശരിക്കും ഞാൻ ആ എക്സിബിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് സെയിലാവുന്നത് 3 സ്റ്റോളാണ്. അതൊരു കസ്റ്റമർ വരുന്നു, നോക്കുന്നു, അവർക്ക് ഇഷ്ടപ്പെടുന്നു. എക്കോപ്രിൻറ്റഡ് ഫാബ്രിക്കിനെ പറ്റി ധാരണയുള്ള ഒരു കസ്റ്റമറായിരുന്നു അത്. അവർ വന്നപ്പോൾ തന്നെ ചോദിച്ചു എക്കോപ്രിൻറ്റഡ് ഫാബ്രിക് അല്ലേ എന്ന്. അങ്ങനെ ഭയങ്കര കാര്യമായിട്ട് എടുത്ത് നോക്കി, ഇഷ്ടപ്പെട്ടു. പിന്നെയും കംപ്ലീറ്റ് എക്സിബിഷൻ കണ്ടിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ ഫുൾ റൗണ്ട് അവർ കണ്ടതിന് ശേഷം പിന്നെയും നമ്മുടെ അടുത്ത് തിരിച്ച് വന്ന് എനിക്കിതിൽ 3 സ്റ്റോൾ വേണമെന്ന് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യായിരുന്നു. അതാണ് ആദ്യത്തെ സെയിൽ. ഒരു എക്സിബിഷൻ നടത്തി പ്രൊഡക്റ്റ് മറ്റാളുകളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടെ വെച്ചിട്ടാണ്. ഇതിപ്പോൾ നമ്മുടെ സ്റ്റീമിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഫാബ്രിക്കാണ്. ബണ്ടിൽ ഓപ്പണിംഗ് ആണ്. ഫാബ്രിക്കിലെ ലേസ് അല്ലെങ്കിൽ ഫ്ലവേഴ്സൊക്കെ പ്ലേസ് ചെയ്ത് അത് നമ്മളിങ്ങനെ റോൾ ചെയ്ത് ഒരു 3.5 hours വരെയൊക്കെ സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ള ഫാബ്രിക്കാണിപ്പോൾ ഇത്. നമ്മളിത് ഓപ്പൺ ചെയ്യാനായിട്ട് പോവുകയാണ്. മൾക്കോട്ടൺ ഫാബ്രിക്കിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു എക്കോ പ്രിൻറ്റഡ് സാരിയുടെ ഫാബ്രിക്കാണിപ്പോൾ ഇത്. ഇത് നമ്മൾ മൾക്കോട്ടൺ ഫാബ്രിക്കിൽ ചെയ്തെടുത്തിട്ടുള്ള സാരിയാണ്. 6.5 മീറ്ററാണ് സാരി വിത്ത് ബ്ലൗസ് ഇത് വരുന്നത്. നമ്മൾ ലോക്കൽ ലീവ്സും അതുപോലെ മാരിഗോൾഡ് പെറ്റൽസുമാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ലീവ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. മൾക്കോട്ടനാണ് ഇത് ഫാബ്രിക് വരുന്നത്. ഈ ഒരു ലീവ്സൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ സാരിയിലേക്ക് പ്ലേസ് ചെയ്ത് ബണ്ടിൽ ചെയ്ത് സ്റ്റീമിംഗ് പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ഈ ബണ്ടിൽ ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഈ ഫാബ്രിക്കിൽ എങ്ങനെയാണ് റിസൾട്ട്, എന്ത് കളറാണ് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഇത് നനവോടുകൂടി ഫാബ്രിക് ഓപ്പൺ ചെയ്തിട്ടുള്ള കളറാണ്. ഇതിന് ഡേ ലൈറ്റിൽ നമ്മൾ ഉണങ്ങിയെടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി കളർ ചേഞ്ചായി ഒരു ഗ്രീനിഷ് കളറിലേക്ക് ഇത് മാറും. ഈ ഒരു കളർ ആവില്ല ഫൈനൽ റിസൾട്ട് വരുമ്പോൾ കിട്ടുന്നത്, കുറച്ചുകൂടി ചേഞ്ച് ആവും. നാച്ചുറൽ കളേഴ്സ് ആയതുകൊണ്ട് തന്നെ ഫൈനൽ എല്ലാ പ്രോസസ്സിങ്ങും കഴിയുമ്പോൾ മാത്രമാണ് അതിൻ്റെ കറക്റ്റ് കളർ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇതൊരു ഒരാൾ മാത്രം ചെയ്ത സാരി അങ്ങനെയല്ല, ഒരു ഗ്രൂപ്പ് വർക്കിൻ്റെ റിസൾട്ടാണ്. നമ്മൾ കുറച്ച് പേര് 1-2 ദിവസം വർക്ക് ചെയ്ത് റെഡിയാക്കി എടുക്കുന്ന ഒരു സാരിയാണ്. ഇതൊരു ഓർഗാനിക് കോട്ടൺ ഫാബ്രിക്കാണ്. നമ്മൾ ഷർട്ടിന് വേണ്ടി ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ്. ഇതിൽ നമ്മൾ കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടുള്ള ടീക്ക് ലീവ്സ് ആണ്. ഈ ഒരു സീസണിലെ ടീക്ക് ലീവ്സ് പർപ്പിളും ഗ്രീനും യെല്ലോയിഷും എല്ലാം ചേർന്ന ഒരു റിസൾട്ടായിരിക്കും നമുക്ക് തരുന്നത്. ഈ ഫാബ്രിക്കിൽ ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് മൾട്ടി കളർ വരുന്ന പ്രിൻ്റാണ്. ടീക്ക് ലീവ്സ് ഈ ഒരു സീസണിലാണ് ഇങ്ങനെ മൾട്ടി കളർ പ്രിൻ്റ് തരുന്നത്. ഒരു ജനുവരി മുതൽ മെയ് മാസം വരെ നമുക്കിങ്ങനെ മൾട്ടി കളർ പ്രിൻ്റ് കിട്ടുന്ന രീതിയിലായിരിക്കും ടീക്ക് ലീവ്സിൻ്റെ ഇല കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സീസണിൽ മൾട്ടി കളർ പ്രിൻ്റ് വേണ്ടപ്പോൾ നമ്മളിത് മാക്സിമം യൂസ് ചെയ്യും. എത്ര ചെയ്ത് വെക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എന്തേലും കളക്ട് ചെയ്തത് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്ത് വെക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ബണ്ടിൽ ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഇത്രയും കളറാണ് അല്ലെങ്കിൽ ഇത്രയും ഡിഫറെൻറ്റ് കളേഴ്സാണ് നമുക്ക് ഈ പ്രിൻറ്റിൽ കിട്ടിയിട്ടുള്ളതെന്ന് നിങ്ങളെപ്പോലെ തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. റണ്ണിങ് ഫാബ്രിക്കായിട്ട് നമുക്ക് എക്കോ പ്രിൻറ്റഡ് ഫാബ്രിക് ചെയ്യാൻ പറ്റുന്നത് ഒരു 7 മീറ്റർ വരെയാണ്. ചന്തേരി ഫാബ്രിക്കിൽ എക്കോ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളതാണിത്. റണ്ണിങ് മെറ്റീരിയൽ ആയിട്ടും അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ഫാബ്രിക് എല്ലാം തന്നെ ഹാൻഡ് വാഷ് പോസിബിൾ ആയിട്ടുള്ള ഫാബ്രിക്കാണ്. നോർമൽ വാട്ടറിൽ മൈൽഡ് ആയിട്ടുള്ള ഡിറ്റർജൻറ്റ് യൂസ് ചെയ്തിട്ട് എല്ലാ ഫാബ്രിക്കും അല്ലെങ്കിൽ എല്ലാ പ്രോഡക്റ്റും വാഷ് ചെയ്ത് എടുക്കാവുന്നതാണ്. പ്യൂർ സിൽക്കിൽ ചെയ്തിട്ടുള്ള മറ്റൊരു എക്കോ പ്രിൻറ്റഡ് സാരിയാണ്. ബ്ലൗസ് പീസാണ് ഈ ഒരു യെല്ലോയിഷ് കളറിൽ വരുന്നത്. പല്ലു, ഇതാണ് പല്ലു പോർഷൻ. ബോഡി ഓഫ് വൈറ്റ് ബേസിൽ ടീക്ക് ലീവ്സ് പ്രിൻ്റാണ് വരുന്നത്. സിൽക്ക് ഓർഗൻസയിൽ ചെയ്തിട്ടുള്ള എക്കോ പ്രിൻറ്റഡ് സാരിയാണ്. എക്കോ പ്രിൻറ്റ് ചെയ്തതിന് ശേഷം ചെറിയൊരു ഹാൻഡ് ഹൈലൈറ്റ് കൂടി ഈ സാരിയിൽ കൊടുത്തിട്ടുണ്ട്. പല്ലു പോർഷനാണിത്.
ബോഡി ഫുൾ ടീക്ക് ലീവ്സും നീൽഗിരി ലീവ്സും ഒക്കെയുള്ള മൾട്ടി കളർ പ്രിൻ്റാണ് വരുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ സിൽക്ക് തന്നെയാണ് ഫാബ്രിക്. ബ്ലൗസ് പീസിലും പല്ലുവിലും സെയിം പാറ്റേൺ തന്നെയായിരിക്കും വരുന്നത്. സാരിയുടെ എഡ്ജസ് സ്കാലപ്പിംഗ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി വൈബ്രൻറ്റ് കളേഴ്സിൽ വന്നിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ ചെയ്തിട്ടുള്ള ഷർട്ടാണ്. സമ്മറിലൊക്കെ വെയർ ചെയ്യാനായിട്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഷർട്ട് തന്നെ ആയിരിക്കും. ഓൾ ഓവർ ഷർട്ടിൽ സെയിം പ്രിൻ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. ലേഡീസിന് നമ്മൾ ചെയ്തിട്ടുള്ള ഫ്രീ സൈസ് പാറ്റേണിൽ വരുന്ന ഷർട്ടാണ്. ലോങ് ഷർട്ട് പാറ്റേണിലാണ് വരുന്നത്. കാറ്റാടി ലീവ്സാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഫാബ്രിക് വരുന്നത് ഓർഗാനിക് കോട്ടൺ ആണ്. ഡബിൾ സൈഡ് പോക്കറ്റും വരുന്നുണ്ട് ഷർട്ടിൽ. ഇടുക്കി ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ഞാൻ +2 കഴിഞ്ഞ് ഡിഗ്രിയും PG ഒക്കെ ചെയ്യാനായിട്ട് കൊച്ചിയിലേക്ക് പോയി. അവിടെ കല പഠിച്ചതിന് ശേഷം ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞതിന് ശേഷം കല അധ്യാപികയായിട്ട് കുറേ വർഷം വർക്ക് ചെയ്തു. അവിടുന്ന് റിസൈൻ ചെയ്ത് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് എൻ്റെ ബ്രദറിന് ക്യാൻസർ ഉണ്ടാവുകയും ആ ഒരു ടൈമിലാണ് ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും ഒരു വല്ലാത്തൊരു ഇഷ്ടവും താല്പര്യവും ഒക്കെ തുടങ്ങുന്നത്. ഓർഗാനിക് ഭക്ഷണത്തോടും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് തോന്നിയ സമയത്ത് എനിക്ക് എന്താണ് ഇതിൽ ചെയ്യാൻ പറ്റാവുന്നൊരു ചിന്തയായിരുന്നു ശരിക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഫീൽഡ് ഫാബ്രിക്കും അത് റിലേറ്റഡ് ആയതുകൊണ്ട് ഫാബ്രിക്കിൽ എങ്ങനെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ കഴിയും അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ളത് ചെയ്യാൻ കഴിയും എന്നൊരാശയത്തിൻ്റെ പുറത്താണ് എക്കോ പ്രിൻറ്റിങ് ഫാബ്രിക് എന്നൊരാശയം ഉണ്ടാവുന്നതും അത് ചെയ്തു തുടങ്ങുന്നതും ഒക്കെ. ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ കേരളത്തിൽ ആരും ഇത് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ബ്രാൻഡ് ഇല്ല. ആ ഒരു സമയത്താണ് ശരിക്കും ഞാൻ ഇതിനെപ്പറ്റി പഠിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇത് നന്നായിട്ട് ചെയ്ത് കൊണ്ടുവന്നാൽ ഒരു ബ്രാൻഡായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യാൻ എല്ലാ എഫേർട്ടും എടുത്ത് നമ്മൾ ട്രൈ ചെയ്തു. കുറേ എറേഴ്സ് ഉണ്ടായി അല്ലെങ്കിൽ കുറേ മിസ്റ്റേക്ക് വരും. പക്ഷെ അതൊക്കെ കറക്റ്റ് ചെയ്ത് ഓരോ റിസൾട്ട് കിട്ടുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ ബെറ്ററാക്കാം എന്ന് വിചാരിച്ച് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. ഇന്ന് ശരിയാവും അല്ലെങ്കിൽ മറ്റന്നാൾ ശരിയാകും, അങ്ങനെ ഒരു കൃത്യമായൊരു ഡേറ്റിൽ ഇത് കറക്റ്റാക്കി എടുക്കാൻ പറ്റും എന്നൊന്നും അറിയില്ല. പക്ഷേ എന്തെങ്കിലും ഒരിക്കലും എനിക്കിത് ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെ ഞാൻ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഏറ്റവും ബെസ്റ്റ് പ്രിൻ്റ് കിട്ടിയ സമയത്ത് നമ്മൾ നോക്കുമ്പം ഒരു എക്കോ പ്രിൻറ്റഡ് ബ്രാൻഡൊന്നും നമുക്ക് മുൻപ് അറിയില്ല. അപ്പം അങ്ങനെ ഒന്നിൻ്റെ സാധ്യതയെപ്പറ്റി ചിന്തിച്ചു തുടങ്ങി. അത് ആളുകളിലേക്ക് എത്തിച്ചാൽ നന്നായിരിക്കും തോന്നി. ബെസ്റ്റായിട്ടുള്ളത് അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ പ്രിൻ്റ് കിട്ടുന്ന അത്രയും നമ്മൾ പഠിക്കുക അല്ലെങ്കിൽ അത്രയും അതിനുവേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറാകുക എന്നുള്ളതായിരുന്നു വലിയ ടാസ്ക്. അങ്ങനെ നല്ല രീതിയിൽ ബെസ്റ്റ് പ്രിൻ്റ് കിട്ടി തുടങ്ങിയ സമയത്ത് ഒരു ബ്രാൻഡായിട്ട് തന്നെ ഞാനിത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രഷ് ലീവ്സ് തന്നെയാണ്. ഡ്രൈ ലീവ്സ് യൂസ് ചെയ്യാറുണ്ട്. നമുക്കിവിടെ അവൈലബിൾ അല്ലാത്ത ലീവ്സൊക്കെ മേപ്പിൾ ലീവ്സ് പല വെറൈറ്റി നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്, നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് നിലവിലത് ഇവിടെ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് പുറത്തുനിന്ന് കൊണ്ടുവന്ന് അത് കളക്ട് ചെയ്ത് സേഫായി വെച്ച് വേണ്ട സമയത്ത് നമ്മളെടുത്ത് യൂസ് ചെയ്യാറുണ്ട്. എക്കോ പ്രിൻറ്റ് ബ്രാൻഡ് എന്നൊരാശയം വന്ന സമയം മുതൽ ഏറ്റവും ബെസ്റ്റ് ഒരു പേര് അതിനുവേണ്ടി കണ്ടെത്തുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് തന്നെയായിരുന്നു. നേച്ചറുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പേരാവണം, എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഓർത്ത് വെക്കാൻ കഴിയുന്ന ഒരു പേരാവണം എന്നതൊക്കെയുള്ളായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ ഒരു 2-3 വർഷം ടൈം എടുത്ത് തന്നെയാണ് നമ്മൾ ഇലപ്പച്ച എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിമിലേക്ക് എത്തുന്നത്. ഇതൊക്കെ ഇലപ്പച്ചയുടെ ഷോർട്ട് കഫ്താനാണ്. ടീക്ക് ലീഫ് പ്രിൻ്റാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഫാബ്രിക് പ്യുവർ മൊഡാലാണ്. പ്യുവർ മൊഡാലിൽ തന്നെ ചെയ്തിട്ടുള്ള ഷോർട്ട് കഫ്താനാണ്. ലോക്കൽ ലീവ്സാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ടീക്ക് ലീവ്സും ലോക്കൽ ലീവ്സ് കൂടി യൂസ് ചെയ്തിട്ടുള്ള കഫ്താനാണ്. ഷോർട്ട് കഫ്താൻ തന്നെയാണ്. ഫ്രണ്ട് ഓപ്പൺ ആയിരിക്കും വരുന്നത്. എല്ലാം ഷോർട്ട് കഫ്താൻ തന്നെയാണെങ്കിലും ഓരോ ഫാബ്രിക്കിലും വരുന്ന പ്രിൻ്റ് വേറെ വേറെ ആയിരിക്കും. ഒരു ഷർട്ട് പോലെ അല്ലെങ്കിൽ ഒരു കഫ്താൻ പോലെ നമുക്ക് ഒരെണ്ണം മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. സെയിം പാറ്റേൺ അല്ലെങ്കിൽ സെയിം പ്രിൻ്റ് വരുന്നത് റിപ്പീറ്റ് ഉണ്ടാവില്ല. ലോക്കൽ ലീവ്സും കോസ്മോസ് ഫ്ലവറും വന്നിട്ടുള്ള ഒരു കഫ്താനാണ്. ഷോർട്ട് കഫ്താൻ തന്നെയാണ്. മാരിഗോൾഡ് പെറ്റൽസ് യൂസ് ചെയ്തിട്ടുള്ള ഷോർട്ട് കഫ്താനാണ്. ഷർട്ട് കോളർ പാറ്റേണിലാണ് ഈ കഫ്താനൊക്കെ വന്നിട്ടുള്ളത്.
നാച്ചുറൽ ക്രേപ്പിൽ വന്നിട്ടുള്ള ഒരു ഷർട്ട് കഫ്താനാണ്. ഫ്രണ്ട് ഓപ്പൺ തന്നെയാണ് വന്നിട്ടുള്ളത്. ലോങ് ഷർട്ട് പാറ്റേണിൽ വന്നിട്ടുള്ള ഷിബോരി ഷർട്ടാണ്. ഫ്രണ്ട് ഓപ്പൺ ബട്ടൺസ് ആണ് വന്നിട്ടുള്ളത്. ഡബിൾ സൈഡ് പോക്കറ്റ് ഉണ്ട്. ഫ്രണ്ടിൽ ഒരു പോക്കറ്റ് വരുന്നുണ്ട്. ഫ്രീ സൈസ് പാറ്റേണിലാണ് ഇത് വന്നിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 3750 റേഞ്ചിലാണ്. പ്യൂർ ലിനൻ ആണ് ഫാബ്രിക്. പ്യുവർ ലിനൻ ഫാബ്രിക്കിൽ ഷിബോരി പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു ലോങ് ഷർട്ട് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. ഫ്രണ്ട് ഓപ്പൺ ബട്ടൺസ് ആണ്. സൈഡ് പോക്കറ്റ് ഉണ്ട്. ഷിബോരി പാറ്റേണിൽ തന്നെ വരുന്ന മറ്റൊരു ലോങ് ഷർട്ടാണ്. നാച്ചുറൽ ഡൈസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 3750 ആണ്. ഫ്രീ സൈസ് പാറ്റേണിലാണ് ഈ ഷർട്ടൊക്കെ, ലോങ് ഷർട്ടൊക്കെ വരുന്നത്. ഹാബുദായി സിൽക്കിൽ ചെയ്തിട്ടുള്ള ഒരു ലോങ് കഫ്താനാണ്. ഫുള്ളി എക്കോ പ്രിന്റഡ് ആണ് വരുന്നത്. നാച്ചുറൽ കളേഴ്സ് മാത്രമാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ചെറിയ ബീഡ് വർക്ക് കൂടി കൊടുത്തിട്ടുണ്ട് ഇതിൽ. സെമി സ്റ്റിച്ച്ഡ് ആയിട്ടായിരിക്കും നമ്മുടെ ഈ കഫ്താൻസ് ഒക്കെ വരുന്നത്. ഏത് സൈസിലേക്ക് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പ്യുർ മൊഡാലിൽ വരുന്ന ലോങ് കഫ്താനാണ്. സെമി സ്റ്റിച്ച്ഡ് ഫോമിൽ തന്നെയായിരിക്കും അവൈലബിൾ ആക്കിയിട്ടുള്ളത്. മൾട്ടി കളർ പ്രിന്റ് വരുന്ന മൊഡാൽ സിൽക്കിൽ തന്നെ ചെയ്തിട്ടുള്ള ലോങ് കഫ്താനാണ്. 47 ആയിരിക്കും നമുക്ക് ലെങ്ത് വരുന്നത്. ചന്തേരി ഫാബ്രിക്കിൽ വരുന്ന ഒരു ഫ്രീ സൈസ് ലോങ് ടോപ്പാണ്. ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത്. ഡബിൾ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്യാവുന്ന ബട്ടൺസ് ആണുള്ളത്. കോളർ പാറ്റേൺ ആണ് വരുന്നത്. എർത്തി ടോൺസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഫ്രീ സൈസ് പാറ്റേണിൽ വരുന്ന ലോങ് ടോപ്പാണ്. എക്കോ പ്രിന്റഡ് സ്റ്റോൾസിൻ്റെ കളക്ഷനാണ്. ഹാബുദായി സിൽക്കിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ടീക്ക് ലീവ്സും ലോക്കൽ ലീവ്സും ഫ്ലവേഴ്സും ഒക്കെ യൂസ് ചെയ്ത് ചെയ്തിട്ടുള്ളതാണ്. ഹാൻഡ് വാഷ് പോസിബിൾ ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ഫാബ്രിക്കിൽ പ്രിൻറ്റ് പോകുമോ അല്ലെങ്കിൽ എത്ര കാലം നിൽക്കും, ഡള്ളായി പോകുമോ, അങ്ങനെയുള്ള കുറേ സംശയങ്ങളുണ്ടാവും. ഫാബ്രിക് എത്ര കാലം നിൽക്കുന്നോ, എത്ര കെയർ ചെയ്യുന്നോ അത്രയും കാലം പ്രിൻറ്റും ഉണ്ടാവും. ടസർ സിൽക്കിൽ ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ്. നാച്ചുറൽ ഡൈസും ലീവ്സും ഫ്ലവേഴ്സും ഒക്കെ യൂസ് ചെയ്ത് ചെയ്തിട്ടുള്ളതാണ്. 2.5 മീറ്റർ ഫാബ്രിക് ആയിരിക്കും വരുന്നത്. സിൽക്ക് ഫാബ്രിക്കും വാഷ് ചെയ്യാവുന്നത് തന്നെയാണ്. ഹാൻഡ് വാഷ് പോസിബിൾ ആണ്. ലിനൻ ഫാബ്രിക്കിൽ ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ്. മൾട്ടി കളർ പ്രിൻ്റാണ് ഇതിൽ വന്നിട്ടുള്ളത്. ടു 2.5 മീറ്റർ ലെങ്ത് വരുന്നതാണ് ദുപ്പട്ടയെല്ലാം. പ്യൂർ സിൽക്കിൽ ചെയ്തിട്ടുള്ള മറ്റൊരു സ്റ്റോളാണ്. ടീക്ക് ലീവ്സും മാരിഗോൾഡ് പെറ്റൽസും ആണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സിൽക്കിൽ തന്നെ ചെയ്തിട്ടുള്ള മറ്റൊരു സ്റ്റോളാണ്. ലിനൻ ഫാബ്രിക്കിൽ തന്നെ ചെയ്തിട്ടുള്ള മറ്റൊരു ദുപ്പട്ടയാണ്. ഹാബുദായി സിൽക്കിൽ ചെയ്തിട്ടുള്ള സ്റ്റോളാണ്. പ്യൂർ മഡാലിൽ ചെയ്തിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ളൊരു സ്റ്റോളാണ്. സിൽക്ക് സാറ്റിൻ ഫാബ്രിക്കിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റോളാണ്. ടീക്ക് ലീവ്സും ലോക്കൽ ലീവ്സും ഒക്കെ വന്നിട്ടുണ്ട്. വളരെ ക്ലിയർ ആയിട്ടുള്ള പ്രിൻ്റാണ് ഇതിൽ കിട്ടിയിട്ടുള്ളത്. 2 മീറ്ററിൽ താഴെയായിരിക്കും സ്റ്റോൾസിൻ്റെ ലെങ്ത് വരുന്നത്. മാരിഗോൾഡ് പെറ്റൽസ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോളാണ്. സിൽക്കിൽ തന്നെ ചെയ്തിട്ടുള്ള മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോളാണ്. ടീക്ക് ലീവ്സും ലോക്കൽ ലീവ്സും നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. Super.
സിൽക്കിൽ ചെയ്തിട്ടുള്ള മറ്റൊരു സ്റ്റോളാണ്. പ്യൂർ മൊഡാലിൽ ചെയ്തിട്ടുള്ള ഷോർട്ട് കഫ്താനാണിത്. ഫ്രണ്ട് ഓപ്പൺ ബട്ടൺസ് ആണ് വരുന്നത്. പ്രൈസ് വരുന്നത് 1,999 ആണ്. ഈ ഒരു സൈസിൽ വരുന്ന കഫ്താന് സെയിം പ്രൈസ് തന്നെയായിരിക്കും വരുന്നത്. ടെസർ സിൽക്കിൽ വരുന്ന 2.5 മീറ്റർ ലെങ്ത് വരുന്ന ദുപ്പട്ടയാണ്. ഈ ടെസർ സിൽക്കിൽ വരുന്ന ദുപ്പട്ടയുടെ പ്രൈസ് വരുന്നത് 4850 ആണ്. സ്റ്റോളിൻ്റെ പ്രൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 999 റേഞ്ചിലാണ്. 999 മുതൽ 3500 റേഞ്ചിൽ വരെ സ്റ്റോൾസ് നമുക്ക് അവൈലബിൾ ആണ്. ഫ്രീ സൈസ് പാറ്റേണിൽ തന്നെ ലേഡീസിന് വരുന്ന ഒരു ഷോർട്ട് ഷർട്ടാണ്. ലോക്കലി അവൈലബിൾ ആയിട്ടുള്ളൊരു ലീവ്സ് തന്നെയാണ് നമ്മളിതിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഫാബ്രിക് വരുന്നത് പ്യൂർ ലിനൻ ആണ്. ഫ്രണ്ട് ഓപ്പൺ ബട്ടൺസ് ആണ് വന്നിട്ടുള്ളത്. ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ലിനൻ ഫാബ്രിക്കിൽ ചെയ്തിട്ടുള്ള ഷർട്ടാണ്. നീൽഗിരി ലീവ്സും മാരിഗോൾഡ് പെറ്റൽസും ആണ് നമ്മളിതിൽ സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. 42 സൈസിൽ വരുന്ന പ്യൂർ ലിനനിൽ ജെൻസിനുള്ള ഷർട്ടാണ്. ഹാഫ് സ്ലീവ് ആയിരിക്കും. എലുപ്പിഷയുടെ എക്കോ പ്രിന്റഡ് ഷർട്ട് പ്യൂർ ലിനനിൽ വരുന്നത് നമ്മൾ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 3750 ആണ്. ഇൻസ്റ്റഗ്രാമിൽ DM ചെയ്യോ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി. അതല്ല ഡയറക്റ്റ് പർച്ചേസ് ചെയ്യണം എന്നുള്ളവർക്ക് കൊച്ചി ലുലു സെലിബ്രേറ്റിൽ നിന്നും ഷർട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പ്യൂർ സിൽക്കിൽ ചെയ്തിട്ടുള്ള എക്കോ പ്രിന്റഡ് സാരിയാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരിയാണ്. ബോഡി പോർഷനും പല്ലുവും വരുന്നത് ഈ ഒരു യെല്ലോയിഷ് കളർ ആയിരിക്കും. ബോഡി ഫുൾ പിങ്ക് കളറാണ് വരിക. പല്ലുവും ബ്ലൗസ് പീസും സെയിം ടോണിലായിരിക്കും വരുന്നത്. ഓർഗൻസ സിൽക്കിൽ വരുന്ന എക്കോ പ്രിന്റഡ് സാരിയാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് കൂടിയാണ് ഈ സാരി. സാരി വിത്ത് ബ്ലൗസ് ആയിരിക്കും വരുന്നത്. ചില സാരികൾ നമുക്ക് ഒരിക്കലും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള സാരി ആയിരിക്കും. അങ്ങനെ ഒരു സാരിയാണിത്. പ്യൂർ സിൽക്കിൽ ചെയ്തിട്ടുള്ള മറ്റൊരു എക്കോ പ്രിന്റഡ് സാരിയാണ്. നെയ്പിള്ളീസാണ് നമ്മളിതിൽ കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. ചന്തേരി ഫാബ്രിക്കിൽ വരുന്നൊരു സാരിയാണ്. കേരള സാരിക്ക് പകരമൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഡബിൾ സൈഡ് ചെറിയ ഗോൾഡൻ ബോർഡറൊക്കെ വന്നിട്ടുള്ള സാരിയാണ്. സാരിയിൽ 2 സൈഡിലും ത്രൂ ഔട്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട്. പല്ലു പോർഷനും ബ്ലൗസ് പീസും വരുന്നത് ഫുള്ളി എക്കോ പ്രിൻ്റ് വന്നിട്ടുള്ള രീതിയിലായിരിക്കും. സിൽക്ക് ഓർഗൻസയിൽ ചെയ്തിട്ടുള്ള എക്കോ പ്രിന്റഡ് സാരിയാണ്. പല്ലുവും ബ്ലൗസ് പീസും വരുന്നത് ഈ ഒരു സെയിം ടോണിലായിരിക്കും. ഒരു യെല്ലോയിഷ് ബ്ലാക്ക് ടോണിൽ. ആൻഡ് ബോഡി പോർഷൻ ഈ ഒരു പർപ്പിൾ കളറായിരിക്കും വരുന്നത്. ഒരു ഞാവൽപ്പഴത്തിൻ്റെയൊക്കെ ഷെയ്ഡ്. പ്യൂർ സിൽക്കിൽ ചെയ്തിട്ടുള്ള എക്കോ പ്രിന്റഡ് സാരിയാണ്. വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് ഇതിൽ പ്രിന്റിൽ കിട്ടിയിട്ടുള്ളത്. ബ്ലൗസ് പീസും പല്ലുവും ഈ സെയിം ഡിസൈൻ തന്നെയായിരിക്കും വന്നിട്ടുണ്ടാവുക. ആൻഡ് ബോഡി പോർഷൻ ഓഫ് വൈറ്റിൽ ടീ ക്ലീവ്സും താഴെ ബിഗ് ബോർഡറും വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ബോഡി പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഈ സാരിയുടെ. പല്ലു ആൻഡ് ബ്ലൗസ് പീസ്. ചന്ദേരി സിൽക്കിൽ ചെയ്തിട്ടുള്ള എക്കോ പ്രിന്റഡ് സാരിയാണ്.
പല്ലു പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ബോഡി പോർഷനിൽ 2 സൈഡ് ബോർഡറും ഇടയ്ക്ക് ഇതുപോലെ ലീഫ് പ്രിൻറ്റുമാണ് വരുന്നത്. സാരി വിത്ത് ബ്ലൗസ് 6.5 മീറ്റർ ആയിരിക്കും വരുന്നത്. 1 മീറ്റർ ഫാബ്രിക് ബ്ലൗസിന് വേണ്ടിയിട്ട് സാരിയിലുണ്ടാവും. റണ്ണിങ് ആണ്. എല്ലാ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടുള്ള സിൽക്ക് സാരിയാണിത്. ഈ സാരിയിൽ നമ്മൾ കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടുള്ളത് ഡിഫറെൻറ്റ് ടൈപ്പ് ഫേൺസ് ആണ്. അതുപോലെ തന്നെ മേപ്പിൾ ലീവ്സിൻ്റെ പല വെറൈറ്റിയും ഈ സാരിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. സാറ്റിൻ സിൽക്കിൽ ചെയ്തിട്ടുള്ള ഒരു സാരിയാണ്. സിൽക്ക് സാരി തന്നെയാണ്. കസ്റ്റമേഴ്സ് ഇത് റോളായിട്ടാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ അവർക്ക് റോളായിട്ട് തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യാറുണ്ട്. നമ്മുടെ ബ്രാൻഡ് നെയിം ഇലപ്പച്ച എന്നാണ്. ഇടുക്കി ജില്ലയിലെ കണയങ്കവയലാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. നമ്മുടെ പ്രോഡക്റ്റ് ഡയറക്റ്റ് കണ്ട് പർച്ചേസ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് കൊച്ചി ലുലു സെലിബ്രേറ്റിൽ നിന്നും തൊടുപുഴ റൂട്ട്സിൽ നിന്നും നമ്മുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓൺലൈനിലും നമ്മുടെ പ്രോഡക്റ്റ് അവൈലബിൾ ആയിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.